കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അപ്പു ആണെങ്കിൽ പൂജയെ ഫോൺ ചെയ്യാണ്. പൂജയ്ക്ക് തീരെയും താല്പര്യമില്ല അപ്പുവിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട്. അപ്പം എന്ത് പറഞ്ഞു വന്നാലും അവസാനം നമ്മുടെ അപ്പു പങ്കജിൻ്റെ ആ ഒരു കാര്യത്തിലാണല്ലോ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൂജ വലിയ താല്പര്യമൊന്നും കാണിക്കാതെ, അപ്പുവേട്ടാ ഈ രാത്രി എന്തിനാ അപ്പുവേട്ടൻ എന്നെ വിളിച്ചത്? എനിക്ക് അപ്പുവേട്ടനോട് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല. പൂജ, ഞാൻ നിന്നെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് അപ്പു ആണെങ്കിൽ പങ്കജിന്റെ കാര്യങ്ങൾ പറയുക. അപ്പം പങ്കജിന് മറ്റു സ്ത്രീകളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നും അവൻ നിന്നെ പറ്റിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ പൂജയോട് പറയുമ്പോൾ പൂജയാണെങ്കിൽ ഇപ്പം നമ്മുടെ പങ്കജ് പറയുന്നതും രഞ്ജിത പറയുന്നതും ഒക്കെ കേട്ട് ബാക്കിയുള്ള ആരെയും വിശ്വസിക്കാത്തൊരവസ്ഥയിലാണല്ലോ. അതുകൊണ്ട് തന്നെ അവള് അപ്പു പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട ഭാവയെ നടിക്കുന്നില്ല. ഈ കാര്യം പറയാനാണെങ്കിൽ അപ്പുവേട്ടൻ ഇനി മേല എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പം അപ്പുവിനും വലിയ വിഷമമൊക്കെ ആയി. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ അപ്പു ഇങ്ങനെ ആലോചിക്കുക, തൻ്റെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പൂജ തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം. ഇവിടെ എത്ര സമാധാനത്തോടു കൂടിയാ എല്ലാവരും കൂടെ ജീവിച്ചത്. എല്ലാം തകർത്തെറിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? എല്ലാത്തിനും കാരണക്കാരി രഞ്ജിതാൻ്റെയും അവളുടെ മകനും ഒക്കെയാണ്. എന്തായാലും എൻ്റെ സുമിത്രാപ്പച്ചി സങ്കടപ്പെടുന്നതും അതിപ്പോൾ പൂജയ്ക്കാണെങ്കിലും മനസ്സിലാകുന്ന പോലും ഇല്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മുടെ അപ്പു അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധിനെയും അനന്യയുമാണ്. അപ്പം അനന്യയാണെങ്കിൽ പ്രതീക്ഷ കുഞ്ഞിനെ എടുത്തു എന്നും പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ചോക്ലേറ്റ് കഷ്ണമൊക്കെ വലിച്ചെറിഞ്ഞു. കൊച്ചിനെ നിർബന്ധിച്ച് അവൾ തിരിച്ചു വാങ്ങിക്കുകയൊക്കെ ചെയ്തു. പ്രതീഷിനോട് നേർക്ക് നേർ നിന്ന് വെല്ലുവിളിയൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ അനിരുദ്ധിന് ഭയങ്കര ടെൻഷനായി. എൻ്റെ പൊന്നനന്യെ, ദേ പ്രതീഷിന്റെ ഒറ്റ കാരുണ്യത്തിന്റെ പുറത്താണ് നീ ഞാനും ഒക്കെ സ്വരമുള്ള സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്. അവനെങ്ങാനും സത്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സന്തോഷവും നമ്മുടെ ജീവിതവും ഒക്കെ നഷ്ടപ്പെടും. അത് നിനക്ക് വല്ല ചിന്തയുണ്ടോ എന്ന് അൻഡുത് ഇങ്ങനെ ചോദിക്കുമ്പം എനിക്ക് മറ്റൊരു കാര്യം അറിയണ്ട, എനിക്ക് ഇവിടെ നിൽക്കാനും താല്പര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് വിദേശത്തേക്ക് പോകണമെന്നും പറഞ്ഞ് അനന്യ ബഹളം വെക്കാൻ തുടങ്ങി. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചതല്ലേ. ഇനി നമ്മൾ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. അതുമല്ല, പ്രതീഷ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവൻ്റെ കുഞ്ഞിനെയും കൂട്ടി നമ്മൾ വിദേശത്തേക്കാണ് പോകുന്നതെങ്കിൽ നിനക്കറിയാലോ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ സ്വരമോൾ അങ്ങോട്ട് വരികയാണ്. എന്തായാലും എനിക്കൊന്നും കേൾക്കണ്ട. ഒരു ജയിൽ പുള്ളി എൻ്റെ മകളെ എടുത്ത് കൊഞ്ചിക്കുന്നതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് അനന്യ അങ്ങ് ദേഷ്യപ്പെട്ടതും സ്വരമോളാണെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. തൻ്റെ ചെറിയച്ഛനെ കുറിച്ച് അമ്മ എന്തൊക്കെ ഈ പറയുന്നത്, പക്ഷെ തൻ്റെ ചെറിയച്ഛൻ നല്ലൊരാളാണ്. ആ രീതിയിലാണ് സ്വരമോള് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു രാത്രിയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴോ നമ്മുടെ സുമിത്ര ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. തൻ്റെ പൂജമോള് ഓരോ നിമിഷം തോറും തനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കിനും അവളുടെ വീട്ടിലേക്ക് 2-3 അതിഥികൾ വരികയാണ്. മറ്റാരുമല്ല വന്നത്, നമ്മുടെ പൂജയെ പെണ്ണ് ചോദിച്ചുകൊണ്ട് രഞ്ജിതയും അരവിന്ദനും ഒക്കെയാ വന്നിരിക്കുന്നത്. ഈ വിരുന്നുകാരൊക്കെ വന്ന് ആ ഒരു സെറ്റിലേക്ക് വന്നിരുന്നു. അവിടെ ഇരുന്നതും സുമിത്ര ചോദിക്കുന്നുണ്ട്, അല്ല രഞ്ജിത എന്താ ഇങ്ങോട്ട് വന്നത്? രഞ്ജിത ആരെ കാണാൻ വന്നതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുമിത്രയെ, ഞാൻ സുമിത്രയെ കാണാൻ തന്നെയാണ് വന്നത്. എനിക്ക് സുമിത്രയോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നിനക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് നമ്മുടെ സുമിത്ര ചോദിക്കുമ്പോഴത്തേക്കിനും അതൊക്കെയുണ്ട്. അല്ല പൂജമോൾ എവിടെ? മോളെ ഒന്ന് വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ അവളിവിടെ ഉണ്ട്, അവളെ വിളിക്കാം. അല്ല ആദ്യം നീ വന്നത് എന്തിനാന്ന് പറയുമെന്നും പറഞ്ഞ് സുമിത്ര അവളുടെ വരവിൻ്റെ ഉദ്ദേശം തിരക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഞാൻ ഇനി ഒന്നും നിന്നോട് ഒളിക്കുന്നില്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ മകൻ പങ്കജ്, അവനും പൂജയും തമ്മിലുള്ള വിവാഹം നടത്തിയാൽ എന്താന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം ഇത് കേട്ടതും സുമിത്രയാണെങ്കിലോ അത് നീ തനിയെ അങ്ങ് ആലോചിച്ചാൽ മതിയോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും രഞ്ജിതയാണെങ്കിൽ തിരിച്ചു മറുപടി കൊടുക്കുന്നു, അതെ അത് നീ എന്തറിഞ്ഞിട്ടാണ് സുമിത്രേ? പിള്ളേര് തമ്മിൽ വലിയ ഇഷ്ടത്തിലാണ്. പൂജയ്ക്ക് പങ്കജിനെ വലിയ ഇഷ്ടമാണ്. അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആ ഒരു ഘട്ടം വരട്ടെ, അന്നേരം മാത്രമേ ഈ കല്യാണാലോചനയിൽ നിന്നും ഞാനും എൻ്റെ കുടുംബവും പിന്മാറൂ എന്നുള്ള കാര്യവും സുമിത്രയുടെ മുഖത്ത് നോക്കി രഞ്ജിത ഇങ്ങനെ പറയും.
അങ്ങനെ രഞ്ജിത വളരെ കോൺഫിഡൻസോട് കൂടി സംസാരിക്കുന്ന ആ ഒരു സമയത്ത് സുമിത്രയാണെങ്കിലോ തൻ്റെ മകള് എന്തൊക്കെ രീതിയിലാണ് തന്നെ തോൽപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ താൻ പറയുന്ന ഒരു കാര്യങ്ങളും അവൾ അനുസരിക്കാത്ത ഒരു രീതിയിലാണ്. അതുമല്ല, അതും പോരാഞ്ഞിട്ട് രഞ്ജിതയുടെ മകന്റെ ഭാര്യയാകാനായിട്ട് അവൾ തയ്യാറാണ് എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതൊന്നും അറിയാതെയാണ് താൻ ഇത്രയും ദിവസവും തള്ളി നീക്കിയെന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് നല്ല വിഷമമൊക്കെ ആയിട്ടോ. സുമിത്രയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ രഞ്ജിത പറഞ്ഞു, അതെ സുമിത്രേ, നീ എന്താ എന്നെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? നീ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നില്ലേ? എൻ്റെ മകൻ അവന് ഈ സ്വത്തുക്കളൊക്കെ അനുഭവിക്കണമെങ്കിൽ പൂജ അവൻ്റെ ഭാര്യ ആകണം. അത് എന്ത് വില കൊടുത്തും ഞാൻ നേടിയെടുത്തിരിക്കും. ഒന്നുമില്ലെങ്കിലും അവളും ഞാനും ഒക്കെ ഒരേ ചോരയല്ലേ എന്നുള്ള കാര്യം രഞ്ജിത ഇങ്ങനെ സുമിത്രയോട് പറഞ്ഞതും, നിന്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ലടി എന്നും പറഞ്ഞ് സുമിത്ര തിരിച്ച് നമ്മുടെ രഞ്ജിതയോട് സംസാരിക്കുക. നിനക്ക് ചുമ്മാ വാചകം മാത്രമേ ഉള്ളൂ. നിന്റെ കൈവശം ഒരു ഡയറി ഉണ്ടായിരുന്നെന്നും അതിലെന്തൊക്കെയോ വലിയ മഹാകാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് നീ എത്ര ഗംഭീരമായിട്ടാണ് എന്നെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോകുന്നത്. അതിനുശേഷം ആ ഡയറി നിന്റെ കൈവശം ഉണ്ടോ എന്ന് ചോദിക്കുക. അതൊക്കെ എനിക്ക് മനസ്സിലായടി, ആരാണ് അതിൻ്റെ പിന്നിലെന്നും നീ നിന്റെ ആൾക്കാരെ വിട്ട് എൻ്റെ അടുത്ത് നിന്നും ആ ബാഗ് തട്ടിപ്പറിച്ചതല്ലേ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നീ ഒരുപാടങ്ങ് തിളച്ചു പോകല്ലേ രഞ്ജിതെ, നീ അനുഭവിച്ചിരിക്കും. എൻ്റെ രോഹിത്തിൻ്റെ ആത്മാവ് ഇതൊക്കെ കാണുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ രഞ്ജിതയോട് സംസാരിക്കുമ്പോഴത്തേക്കിനും രഞ്ജിത ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ദേ നീ കാണും നിന്റെ മകള് എൻ്റെ വീട്ടില് ഒരടിമയെ പോലെ ജീവിക്കുന്നത്. അത് ഈ രഞ്ജിത നിനക്ക് കാണിച്ചു തന്നിരിക്കും. അതെ, എൻ്റെ പങ്കജ് അവളോടുള്ള ദിവ്യ പ്രേമൊന്നുമായിട്ടല്ലടി നടക്കുന്നത്. പിന്നെ പൂജയ്ക്ക് ഇനി നിന്റെ സമ്മതം ആവശ്യമില്ല. എന്തൊക്കെ വന്നാലും അവരുടെ കല്യാണം എന്ത് റിസ്ക് എടുത്തും ഞാൻ തന്നെ നടത്തി കൊടുക്കും. അതെൻ്റെ ഒരു വാശിയാണ് സുമിത്രയെ എന്നും പറഞ്ഞ് നമ്മുടെ രഞ്ജിത സുമിത്രയെ വെല്ലുവിളിച്ച് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുമ്പോൾ സകലതും നഷ്ടപ്പെട്ട് സുമിത്രയാണെങ്കിൽ ആ ഒരു സെറ്റിയിൽ അങ്ങനെ ഇരുന്നു. ഭയങ്കര സങ്കടമായി. തൻ്റെ മകള് തന്നെ ഒരു കാര്യങ്ങളും അറിയിക്കാതെ അവളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തിരുന്ന സുമിത്രയാണ് ഇന്നിതാ ഒറ്റപ്പെട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പം ഇതിനൊക്കെ കാരണക്കാരിയായിരിക്കുന്ന പൂജ അവളാണെങ്കിൽ ഈ സത്യങ്ങളൊന്നും അറിയാതെയാണ് ഈ ട്രാപ്പിൽ പോയി പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പം നമ്മുടെ സുമിത്രയ്ക്ക് വലിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബ വിളക്കിൻ്റെ നാളത്തെ വിശേഷമൊക്കെ അവസാനിക്കുന്നത്. അപ്പോൾ ദാ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്